മാർക്കറ്റിങ്ങിന് പോയി. കിട്ടി കാണുമല്ലേ? ഒന്നും കിട്ടിയില്ല, കിട്ടാത്തോണ്ട് അവിടെ നിന്ന് മുക്കിക്കൊണ്ട് വന്നു. നീ അവിടെ എടുത്തോണ്ട് വന്നു? അല്ല അവരെ കിട്ടത്തില്ലേ? 50 രൂപ കിട്ടുമായിരിക്കും. 50 100 കിട്ടത്തില്ലേ? 50 രൂപ വാടകയുണ്ട്, അപ്പൊ 100 കിട്ടത്തില്ലേ? പിന്നെ അപ്പൊ 100 രൂപ കിട്ടും. 100 കിട്ടും. അല്ല നമുക്ക് അതുകൊണ്ട് വല്ല ഫുഡ് അടിക്കാൻ പോയാലോ? മാഗി. പൊന്നു മോനെ, മാഗി അടിച്ച ഓർമ്മയില്ലയോ? ഓർമ്മിപ്പിക്കല്ലേ. എന്റെ പൊന്നളിയെ, നീ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് 1.5 മണിക്കൂറാടാ. വല്ലതും താടാ തിന്നാന്. എടാ പൊട്ട, മാഗി ഫുള്ള് റെഡിയാണ്. അതാണ് മസാല ഫുള്ള് റെഡിയാ. ഇനി ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ. ആടാ ശരിയാടാ, വെന്തേര് നല്ല മണം വരുന്നുണ്ട്. എടാ പെട്ടെന്ന് ആംബുലൻസ് ഇടാ, അവന്റെ അണ്ണൻ കത്തി സോസേജ് പോലെ ആയടാ. മന്തി മന്തി എന്നും മന്തി അല്ലോടെ. മന്തി കഴിച്ച് മടുത്ത്. വേറൊരു കിടു ഐറ്റം ഉണ്ട്. ചെറിയ റേറ്റ് ആവത്തുള്ളൂ, പക്ഷെ പക്ക സാധനമാണ്. ഹോർലിക്സ് പൊറോട്ട. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ബറുബറുത്ത പൊറോട്ട, അങ്ങനെ അടിച്ച് ആവി പറഞ്ഞ പൊറോട്ട. 2 എടുത്ത് പ്ലേറ്റ് ഇടുന്നു. ചൂട് പാലിട്ട് കുറച്ച് ഹോർലിക്സ് മിക്സ് ചെയ്ത് നമ്മൾ വെക്കും. കുറച്ച് പഞ്ചസാര ഇട്ടാ നല്ല ഇടണമെന്നില്ല. ഈ ചൂട് പാൽ, ഹോർലിക്സ് ചൂട് പാൽ പൊറോട്ട മണ്ടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. ഇതങ്ങോട്ട് കുതിരും. ഈ കുതിർന്ന് ഈ സംഭവത്തിന് മണ്ടക്കോട്ട് ഒരു പപ്പടം ജസ്റ്റ് ഒന്ന് പൊടിച്ചിടുക. പപ്പടം പൊടിക്കുന്നത് നല്ലതാണ്. പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് 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 എന്നെ തമ്പി തവി എടുക്കോ? നല്ല ரொம்ப നല്ല തവി എടുക്കുമോ? എടുക്കും. എന്നാ വെള്ള കടക്കും? 50. 50? 100 യഥാപത് കടച്ചാ നല്ല 100 കിടക്കാതെ 100 ഒരു 100 രൂപ എടുത്ത് 100 രൂപ എടുത്ത് വെച്ച്. വേറെ തവി വരുന്നുണ്ടാവണ്ട, നാളെ എനിക്കൊരു കാറ്ററിംഗ് ഉണ്ട്. 100 രൂപ തുട്ടല്ല. പൊറോട്ട കിട്ടിയോ? അത് കിട്ടിയില്ലേ? ഗ്യാസില്ലാത്തോണ്ട് എങ്ങും പൊറോട്ടില്ല. പിന്നെ ഞാൻ 3 കഷ്ണം വര കൊണ്ട് കൊടുത്തിട്ട് പ്രത്യേകം അടുപ്പിച്ചതാ. ഞാൻ പാല് തിളപ്പിക്കോ? ഇപ്പൊ തിളക്കും. നമുക്ക് ഓലിച്ച് ഇളക്കി കുറച്ച് പഞ്ചാര അടിച്ചു വെക്കാം. ഇനി നേരെ പോട്ടെ നല്ലൊരു വാഴ വെട്ടിക്കൊണ്ടോ. എടാ ഓതന്റിക്ക് ആയിരിക്കണം, എന്നാലും ആ ടേസ്റ്റ് കിട്ടും. വാഴയിലൂടെ ആ ഒരു മണം ഉണ്ട്. അഭിഷേകം ഇനിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തുടയ്ക്കണം. ഇത് നമ്മുടെ ബറുബറുത്ത പൊറോട്ട. ചൂടാമണി കൂടെ ആവി പോകുന്നുണ്ടോ? ആദ്യം ഓർമ്മിടുക, ഹോർലിക്സ് പാൽ ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുക. കൊഴിയാനുള്ള ഒരു ഇതായെന്ന് വരുമ്പോൾ അടുത്ത ബെറോട്ട ഇങ്ങനെ കോരി ഒഴിക്കുക. 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു സാധാ പപ്പടം. ആ കിറുകിറ സൗണ്ട് കേട്ടാ അത് കേൾക്കണം. അവസാനമായിട്ട് ഡെക്കറേഷൻ എന്ന പോലെ വീണ്ടും നമ്മുടെ ഹോർലിക്സ് പാൽ. ഈ സമയത്ത് ഈ പൊറോട്ടയും പപ്പടവും പഞ്ചസാരയുടെയും ആ ഒരു ഹോർലിക്സിന്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അതെ തുളച്ച് കയറാൻ തുടങ്ങും. നിനക്ക് തുളച്ചിറങ്ങുന്നുണ്ടോ? നല്ലോണം. കൈയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് ഒരു ഇങ്ങനെ കുതിർന്ന പീസേ ഇങ്ങനെ കുഴഞ്ഞിരിക്കുമായിരിക്കും. കണ്ടാ ഇത് ഇച്ചിരി എടുത്തിട്ട് പപ്പടത്തെ ചെറിയ പീസത്ത് കാണും. നല്ല കുതിരും, നല്ലപോലെ ഇപ്പോൾ കുതിർന്നണ്ട. സൈഡിൽ ഇച്ചിരി ഇതുണ്ടെങ്കിൽ വേണേൽ ഇച്ചിരി നോക്കിയോ. എന്നിട്ട് നാളെ ഒരു വിളമ്പുണ്ട്, പോയിട്ട് വരുമ്പോൾ നല്ല 2-3 തവി കൊണ്ടുവരാം. ചെമ്പായിക്കോട്ടെ. പൊറോട്ട റെഡിയാക്കി വെച്ചോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.